5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ചീരത്തോരൻ നോക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ജീരകം ചേർക്കാം. ജീരകം നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള വേണം. ഒരു ചെറിയ സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എരിവിന് ആവശ്യത്തിന് 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിട്ട ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കണം. സവാളയൊക്കെ മൂത്ത് നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ പച്ചച്ചീരയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായി ക്ലീൻ ചെയ്ത് ചെറുതായി അരിഞ്ഞ ചീരയാണ്. ഇതും കൂടെ നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. ഇത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതാ ചീരയൊക്കെ വെന്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്.